സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നു. സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പാച്ച് ചെയ്താൽ സുരേഷ് ഗോപി എങ്ങനെ പ്രതികരിക്കുന്നു? ഗുരുവായൂരപ്പന്, വടക്കുംനാഥന്, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക്, മെയ്തിലക്കാവിലമ്മയ്ക്ക്, പാറമേക്കാവിലമ്മയ്ക്ക്, കാർത്യായനി ദേവിക്ക്, അങ്ങനെ തൃശ്ശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും, എൻ്റെ ലൂർദ് മാതാവിന് ഇത് പ്രണാമം. ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയത്. വലിയ സ്ട്രഗിളെന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും. ഒഴുക്കിനെതിരെ നീന്തിക്കയറി. ആ ഒഴുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളുക. അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എണ്ണി പറയുന്നില്ല. എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല. പക്ഷെ അതിൻ്റെ സത്യം ആ സത്യം wait not between this. I'm going at it. Please not between this. Let me finish this. അപ്പോ ആ സത്യം നേരിലുണ്ടായിരുന്നു. ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാനവരെ പ്രജാദൈവങ്ങളെന്ന് ആണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. വഴിതെറ്റിക്കാൻ നോക്കിയിടത്തൊന്നും അവരുടെ അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്തുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ്, വലിയ അനുഗ്രഹം. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ. ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻ്റായി അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് 21 ശേഷം കുറഞ്ഞു കൂടിയതാണ് ഇന്ന് പെയ്തിറങ്ങുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ്, എനിക്കെൻ്റെ മക്കൾ, എനിക്കെൻ്റെ കുടുംബം, ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ്. അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത്. അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് 1200 ചില്ലുവാനും ബൂത്തുകൾ, ആ ബൂത്തുകളിലെ മുഴുവൻ
പ്രവർത്തകരല്ല, ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി. എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ, 1000 പേരെങ്കിലും ഉണ്ടാകും. ഈ 42 ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത്. കാരണം അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് 2023 ലോഞ്ച് ചെയ്ത് ശ്രീ അമിത്ഷാ, നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നത്, ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീ പി വി നരസിംഹറാവ്, മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, LK അദ്വാനിജി, AB വാജ്പേയിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് PK നായനാർ, ശ്രീ K കരുണാകരൻ. അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ്. അതങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ 2 സൂപ്പർ ഹീറോസാണ് എൻ്റെ 2 നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ തന്നെയാണ് എൻ്റെ 2 നേതാക്കന്മാർ. അവരാണ് എന്നെ അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി വൈകാരികമായാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു. ഒപ്പം തന്നെ അവിടെ പ്ലേസ് ചെയ്ത 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ അമിത്ഷായും നരേന്ദ്രമോദിയും അവർക്ക് നന്ദി പറയുന്നു. ഒപ്പം തൃശ്ശൂരിലെ ജനങ്ങൾ, തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകർ, തനിക്ക് വേണ്ടി ഒരു മെഷീനറിയായി പ്രവർത്തിച്ച് തന്നെ അവിടെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച പാർട്ടി പ്രവർത്തകർക്ക് വലിയ നന്ദി പറയുന്നു എന്ന് പറയുന്നു.